നമസ്കാരം. RVS മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ S3 MA 201 സിലബസുകാരുടെ തേർഡ് മോഡ്യൂളിൻ്റെ ബാക്കി പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ തേർഡ് മോഡ്യൂളിൽ നമ്മൾ ലിമിറ്റ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അനലിറ്റിക് ഫംഗ്ഷൻ എന്താണ്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആവുന്നത് എപ്പോഴാണ്, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യണം, അനലിറ്റിക് ആണോ അല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലവും ആ അനലിറ്റിക് എന്തുവാന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അനലിറ്റിക് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എപ്പോഴാണ് അനലിറ്റിക് ആവുന്നത്, അപ്പോൾ അനലിറ്റിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോബ്ലം ഒക്കെയാണ് നമുക്ക് ഇനിയുള്ള ടോപ്പിക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഈ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് നോക്കാം. അനലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു പേരെന്ന് പറയുന്നത് റെഗുലർ ഫംഗ്ഷൻ. റെഗുലർ ഫംഗ്ഷൻ എന്നല്ലെങ്കിൽ മറ്റൊരു പേര് ഹോളോമോർഫിക് ഫംഗ്ഷൻ. അപ്പോൾ എക്സാമിന് റെഗുലർ ഫംഗ്ഷൻ ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് റെഗുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അനലിറ്റിക് എന്ന് തന്നെ പറയണം നിർബന്ധമില്ല. ഓക്കെ, ഞാനെപ്പോഴും അനലിറ്റിക് എന്നുള്ള പേരാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അനലിറ്റിക് ഫംഗ്ഷൻ മറ്റെന്തൊക്കെ പേര് പറയാം, റെഗുലർ ഫംഗ്ഷൻ എന്നും പറയാം, ഹോളോമോർഫിക് ഫംഗ്ഷൻ എന്നും പറയാം. അപ്പോൾ എന്തുവാണ് അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫംഗ്ഷനെ നമ്മൾ അനലിറ്റിക് ആവണമെങ്കിൽ എ ഫംഗ്ഷൻ f of z is said to be analytic at a point z is equal to z0 if it is differentiable not only at z0 but in some neighborhood of z0. ആ ഡെഫിനേഷൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു സർഫസിൽ ഒരു പോയിന്റ് ഉണ്ട് z0. ഈ z0 എന്ന് പറയുന്ന പോയിന്റിൽ f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആവണമെങ്കിൽ ആ പോയിന്റിൽ അത് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ആ പോയിന്റിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആയാൽ അനലിറ്റിക് ആവത്തില്ല. അതിൻ്റെ ചുറ്റും ഞാൻ കുറേ കുത്തിട്ട് വെച്ചിരിക്കുന്നുണ്ടോ, ഈ പോയിന്റിലെല്ലാം എന്തായിരിക്കണം, അതിൻ്റെ നൈബർഹുഡിലുള്ള പോയിന്റ്സിലെല്ലാം ആ ഫംഗ്ഷൻ അനലിറ്റിക്കായി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. അപ്പം ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആകുമ്പോഴാണ് നമ്മൾ അതിന് അനലിറ്റിക് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പോയിന്റിലല്ല, ആ റീജിയനിൽ മൊത്തം അതിൻ്റെ നൈബർഹുഡിലുള്ള സ്ഥലത്തെല്ലാം ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ പറയുന്നതാണ് അനലിറ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ റെഗുലർ ഫംഗ്ഷൻ ഓർ ഹോളോമോർഫിക് ഫംഗ്ഷൻ. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അനലിറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്താണ്, ഡിഫറൻഷ്യബിൾ ആവുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ അനലിറ്റിക് എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണോ എന്നാണ് നമ്മളത് ചെക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ ഇതൊരു പോയിന്റിലല്ല, ചുറ്റുമുള്ള പോയിന്റിലും കൂടെ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, അനലിറ്റിക് എന്ന് പറയുന്നത്, അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് അനലിറ്റിക് ആണോ എന്ന് ചോദിക്കുമ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്. അതിനാണ് കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അനലിറ്റിക്, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, ഷോ ദാറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും, അതുകൊണ്ട് അത് അനലിറ്റിക് എന്നാണ് പറയാറ്. അപ്പോൾ എന്തുവാണ് കോഷി റീമാൻ ഇക്വേഷൻ നമുക്ക് നോക്കാം. ഞാൻ കോഷി റീമാൻ ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ 7 ക്വസ്റ്റ്യൻ പേപ്പർ എന്തോ ഉണ്ട്, അതിനകത്തൊരു 3 ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ, 3-4 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്ക് കോഷി റീമാൻ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷി റീമാൻ ഇക്വേഷൻ എന്നുള്ള രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം നെസസറി കണ്ടീഷൻ ഫോർ ഡിഫറൻഷ്യബിലിറ്റി എന്നും ചോദിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഈ പ്രൂഫ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എഴുതി തരാം, എക്സാമിന് എങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മുതലൊന്ന് നോക്കി വെക്കണം. ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടായിരിക്കും അവർ ചോദിക്കുന്നത്, ഷോ ദാറ്റ് f of z is analytic if it satisfies കോഷി റീമാൻ ഇക്വേഷൻ, അങ്ങനത്തെ രീതിയിൽ ആ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അവർ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോഷി ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇല്ല, പക്ഷേ നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 3 പ്രാവശ്യം അതിൽ കൂടുതൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. f of z is equal to u plus iv. u plus iv നെയാണ് ഞാൻ u of x, y plus iv of x, y എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം യും വിയും നിങ്ങൾക്കറിയാം ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലേ, അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത് f of z is equal to u plus iv is continuous and differentiable at z. അപ്പോൾ ഡിഫറൻഷ്യബിൾ ആവുന്ന ആൾക്കാരെ നമ്മൾ എന്തെന്ന് പറയുന്നത്, അനലിറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അനലിറ്റിക് ആയേ, ദെൻ ഇറ്റ് സാറ്റിസ്ഫൈസ് കോഷി റീമാൻ ഇക്വേഷൻ. അങ്ങനെ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ അതെന്തായി, ഉറപ്പായിട്ട് അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് f of z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണ് അറ്റ് എ പോയിന്റ് എങ്കിൽ അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കോഷി റീമാൻ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, റിയൽ പാർട്ടാണ് യു, ഇമാജിനറി പാർട്ടാണ് വി. അപ്പോൾ റിയൽ പാർട്ടിൻ്റെ ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ഡോ യു ബൈ ഡോ വൈ കണ്ടുപിടിക്കണം, വിത്ത് റെസ്പെക്ട് ടു വൈക്ക് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുപോലെ ഇമാജിനറി പാർട്ട് വിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിനും വിത്ത് റെസ്പെക്ട് ടു വൈക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. റിയൽ പാർട്ടിന് വിത്ത് റെസ്പെക്ട് ടു എക്സിന് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ഇമാജിനറി പാർട്ടിന് വിത്ത് റെസ്പെക്ട് ടു വൈക്ക് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും സെയിം ആയിരിക്കും.
അതുപോലെ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതാണ് നിങ്ങളുടെ കോഷി റീമാൻ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ രണ്ട് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ എളുപ്പത്തിന് ഈ ഡോ യു ബൈ ഡോ എക്സ് എന്നുള്ളതിന് പകരം യു എന്ന് വി എന്നല്ല നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യണേ. ഡോ യു ബൈ ഡോ എക്സ് നമുക്ക് യു എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ യു എക്സ് എന്ന് എഴുതണേനെ ഡോ വി ബൈ ഡോ വൈനെയാണ് ഞാൻ വി വൈ എന്ന് എഴുതിക്കുന്നത്. അപ്പം പറയാൻ എളുപ്പത്തിനാണ് യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻ. അപ്പോൾ നമ്മളെടുത്തൊരു ക്വസ്റ്റ്യൻ അനലിറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇനി മുതൽ എന്തേ ചെയ്യത്തുള്ളൂ, അത് കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ എന്ന് നോക്കും. അതായത് അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് റിയൽ പാർട്ടിനെ യു എന്നും ഇമാജിനറി പാർട്ടിനെ വി എന്നും വിളിക്കും. എന്നിട്ട് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു, therefore അത് അനലിറ്റിക് ആണെന്ന് പറഞ്ഞു നിർത്തും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് ആദ്യം പഠിക്കണം, കാരണം ഞാൻ പറഞ്ഞു എക്സാമിന് ചോദിക്കുന്നതാണ് എന്ന്. അപ്പോൾ പ്രൂഫ് നോക്കാം നമുക്ക്. ഞാൻ എൻ്റെ പ്രൂഫ് പറയുവാണേ. അപ്പോൾ പ്രൂഫ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പ്രൂഫ് നോക്കിക്കേ, നമുക്ക് എന്തറിയാം, ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെന്നറിയാം അല്ലേ. അപ്പോൾ ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നായിരിക്കും. അപ്പോൾ അതേപോലെ അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലോ, ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഓക്കെ, ഇത് ഞാൻ എന്തിനാണ് പറയുന്നത് നിങ്ങൾക്ക് ഇനി മനസ്സിലാവും. ഞാൻ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഡെറിവേറ്റീവിൻ്റെ ഫോമിൽ എന്താണ്, ലെറ്റ് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്. The limit z tends to 0 f of z plus delta z minus f of z by delta z. ഇത് നമ്മൾ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ടു ക്ലാസ്സിൽ പഠിച്ച ഓർമ്മിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെൽറ്റ എക്സ് എഴുതത്തില്ലേ, സെയിം വേ ഞാൻ ആ ഫോമിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്കറിയാം എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ, നമ്മുടെ ക്വസ്റ്റിനകത്ത് ഇനിയിപ്പോൾ ഇത് തിയറം പ്രൂഫ് തുടങ്ങിയിട്ടില്ല, അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റിനകത്ത് എഫ് ഓഫ് ഇസഡ് എന്തും തന്നിട്ടുണ്ട്, എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു, എനിക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എഫ് ഓഫ് ഇസഡ് ക്വസ്റ്റിനിൽ തന്നിട്ടുള്ളത് യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോഴേ നമുക്ക് ഈ ഡെറിവേറ്റീവിന് എനിക്കെൻ്റെ ഡെറിവേറ്റീവില്ലേ ഈ ഫോമിലല്ലേ എനിക്ക് പ്രൂവ് ചെയ്തെത്തേണ്ടത്. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് എഫ് ഓഫ് ഇസഡ് എന്തെങ്കിലും ഉണ്ട്, എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്തെങ്കിലും ഇല്ല. അതെങ്ങനെ എഴുതും, ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് ഉണ്ട്, യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് വി ഓഫ് എക്സ് കോമ വൈ. അത് ഇസഡ് വന്നപ്പോൾ ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ഫോമുല. ഇസഡ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ റിയൽ പാർട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ഇമാജിനറി പാർട്ട് വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ ഈ ഫംഗ്ഷൻ എങ്ങനെ എടുത്തത്, യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ വി ഓഫ് എക്സ് കോമ വൈ തന്നെ, ബട്ട് എഴുതുമ്പം യു ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് റിയൽ പാർട്ട് ഇങ്ങനെ വരേണ്ട, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഓക്കെ, എനിക്ക് എന്തിനാണ് ഇത് രണ്ടും എഴുതി വെച്ചേ, ഈ എഫ് ഡാഷ് ഓഫ് ഇസഡിനെ ഈ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമ്മൾ തിയറം തുടങ്ങുവാണ്. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് നോക്കിക്കേ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്. ഇതാണ് നമ്മുടെ ഫോമുല. ഞാൻ ഇതിനകത്ത് എനിക്ക് അറിയുന്ന ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആദ്യം ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ആ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും, ലിമിറ്റ് അത് ഇസഡ് ആണോ എന്താണെന്ന് പിന്നെ എഴുതാം നമുക്ക്. എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡിൻ്റെ സ്ഥാനത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ, ദറ്റ് ഈസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഇതാണ് എന്താ ഇപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ഇനി അടുത്ത് എനിക്ക് എന്താ വേണ്ടത്, എഫ് ഓഫ് ഇസഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എഫ് ഓഫ് ഇസഡ് ക്വസ്റ്റനിൽ തന്നതാണ് യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ രണ്ടാമത്തെ ഫംഗ്ഷൻ, ദ ഹോൾ ബൈ ഡെൽറ്റ ഇസഡ്. അപ്പോൾ ഹോൾ ബൈ ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിക്കേ, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അപ്പോൾ അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണേ, ദ ഹോൾ ബൈ ഡെൽറ്റ ഇസഡിൻ്റെ സ്ഥാനത്ത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഇനി എനിക്കിതൊന്ന് അറേഞ്ച് ചെയ്യാൻ തോന്നുവാണ്. റിയൽ പാർട്ടിനെ എല്ലാവരിടത്തും കൊണ്ടുവേണം, ഐ ഉള്ള ആൾക്കാരെ എല്ലാം മറ്റു സൈഡിലേക്ക് കൊണ്ടുവേണം. അപ്പോൾ അതാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്നും എഴുതാൻ നിർത്തുക. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു 0 എന്നുള്ളത് ഇവിടെ എന്തായി മാറും? ഞാൻ ഫോമുല എഴുതിയപ്പോഴേ ഇസഡ് ടെൻസ് ടു 0 വരുന്നില്ല, ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ഇവിടെ വരുന്ന സാധനമാണ്. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്നല്ലേ നമ്മൾ എഴുതാറ്. അപ്പോൾ ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0, അപ്പോൾ ഇവിടെ വരേണ്ടത് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്താ? എക്സും വൈനെയും ടേമിലായത് കാരണം ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ടെൻസ് ടു 0. ഇനിയാണ് ഞാൻ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ടെൻസ് ടു 0. ശ്രദ്ധിക്കണേ, ആദ്യത്തെ പാർട്ടിനകത്ത് ഐ ഇല്ല, സോ അതെടുക്കാം. രണ്ടാമത്തെ ഈ കളറിൽ മാറ്റി എഴുതിയിരിക്കുന്നതിനകത്ത് ഐ ഇല്ലാത്ത ടേം യു ഓഫ് എക്സ് കോമ വൈ. അപ്പോൾ ഇത് രണ്ടിനെയും കൂടി ഞാൻ ഒന്നിച്ചെടുക്കുകയാണ്. അതായത് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് സൈൻ ഇത് ഇവിടെ ഇട്ടു. യു ഓഫ് എക്സ് കോമ വൈ ദ ഹോൾ ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഓക്കെ, അടുത്ത ടേം നോക്കിക്കേ. അടുത്ത ഐ ഉള്ള പാർട്ട്, ഈ രണ്ട് പാർട്ടിനകത്തും ഐ ഉണ്ട്. സോ അതിനകത്തുനിന്ന് ഞാൻ ഐ കോമൺ ആയിട്ട് എടുത്തിട്ട് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ടെൻസ് ടു 0. ആദ്യത്തിനകത്ത് എന്താ ഉള്ളത്? വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ഐ ഉള്ള ടേം എടുത്ത് തന്നെ, കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. രണ്ടാമത്തെ ടേമിനകത്ത് വി ഉള്ളത് ഐ വി ഓഫ് എക്സ് കോമ വൈ, മൈനസും കൂടെ അകത്തേക്ക് പോവുകയാണെങ്കിൽ മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ദ ഹോൾ ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഓക്കെ, അപ്പോൾ ഞാൻ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഇതിന് രണ്ട് കേസ് ആയിട്ട് എടുക്കും. അതായത് നമ്മൾ രണ്ട് പാത്താണ് ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാത്ത് ഞാനെന്ന് പറയുന്നത് ചൂസ് ചെയ്യുന്നത് ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എന്നുള്ള പാത്താണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ചൂസ് എ പാത്ത്, കേസ് 1. ചൂസ് എ പാത്ത് delta x tends to 0 by delta y equal to 0. delta y equal to 0 യിലൂടെയാണ് delta x tends to 0. അതായത് delta y equal to 0 എന്നാണ് എൻ്റെ ആദ്യത്തെ പാത്ത് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ എഫ് ഡാഷ് ഓഫ് ഇസഡ് എങ്ങനെയാണെന്ന് നോക്കിക്കേ. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ വൈ എവിടെയെല്ലാം ഉണ്ടോ അതിനൊക്കെ ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണേ. അപ്പം നിങ്ങളുടെ ഫോമുല ലിമിറ്റ് ഡെൽറ്റ വൈ 0 ആകുമ്പോൾ ബാക്കി എന്തേ വരത്തുള്ളൂ? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എവിടെയുണ്ട്? യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഉണ്ട്, വൈ പ്ലസ് ഡെൽറ്റ വൈയിൽ ഈ മാത്രമേ വരത്തുള്ളൂ. മൈനസ് ഓഫ് യു ഓഫ് എക്സ് കോമ വൈ ദ ഹോൾ ബൈ ഡെൽറ്റ എക്സ്. എന്താ ഡെൽറ്റ വൈ എഴുതാത്ത? ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്തായി പോയി? 0 ആയി. പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0. ഇവിടെ നോക്കിക്കേ, ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആകുമ്പം ഈ ഡെൽറ്റ വൈ ഉള്ള പാർട്ട് മാത്രം 0 ആയി പോകും. ബാക്കി വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ദ ഹോൾ ബൈ ഡെൽറ്റ എക്സ്. ഇതെന്താ സംഭവം? നമുക്കിത് അറിയുന്ന കാര്യമാണ്. കാരണം നോക്കിക്കേ, എഫ് ഡാഷ് ഓഫ് ഇസഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്. ഇത് എഫിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ ഉള്ളത്? യു. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, വൈനെ അങ്ങനെ അനക്കാതെ നിർത്തിയേക്കാണ്. പക്ഷേ എക്സിന് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് ചെയ്തിട്ടുണ്ട്. മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ദ ഹോൾ ബൈ ഡെൽറ്റ എക്സ്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിന് യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കുന്നത്. അതേ സമയത്ത് വൈക്ക് ഒരു അനക്കം ഇല്ല. അതായത് ഇത് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു നോക്കിക്കേ, ഇതെന്താ? വിയില് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നു. വൈന് നമ്മൾ അവിടെ തൊട്ടിട്ടില്ല. വൈ പ്ലസ് ഡെൽറ്റ വൈ എന്നുള്ള ടേമില്ല, കോമ വൈ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എക്സിനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതെന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, ദെയർഫോർ ഈ ഇക്വേഷൻ ഞാൻ ഒന്ന് എടുത്തൊരു ബോക്സിനകത്ത് എഴുതി വെക്കുവാണ്. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്. നമുക്ക് എഴുതാൻ എളുപ്പം എങ്ങനെയാണ്? യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഇത് ഓർമ്മിക്കാൻ എളുപ്പമാണ്. നമ്മൾ എഫ് ഓഫ് ഇസഡിനെ എപ്പോഴും എങ്ങനെയാണ് പറയുന്നത്? യു പ്ലസ് ഐ വി. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓർമ്മിക്കുക? യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഓക്കെ, നമുക്ക് ഓർമ്മിക്കാം. ഏറ്റവും എളുപ്പമുള്ള ഫോമുല ഇത്. അതിന് ഞാനൊരു ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാണ്. ഓക്കെ, ഇനി ഇതേപോലെ കേസ് 2 ഞാൻ ചൂസ് ചെയ്യണം. അപ്പോൾ കേസ് 2 ചൂസ് ചെയ്യുമ്പോൾ പാത്ത് എന്തായിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത്? ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. കേസ് 2 ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത്, അത് ഞാൻ ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു 0 എന്നല്ല, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നത്. അപ്പം കേസ് 2 ചൂസ് എ പാത്ത്
delta y tends to 0 as delta x is equal to 0. Delta x is equal to 0 എന്നുള്ളത് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ f dash of z എങ്ങനെ മാറും? f dash of z is equal to limit delta x tends to 0 and delta y tends to 0 ഉള്ളതിൽ delta y മാത്രം നമ്മൾ ഇവിടെ എഴുതാം. ബാക്കി u of x plus delta x എഴുതാത്തതിന് കാരണം delta x 0 ആയിട്ടുണ്ട്. അപ്പോൾ u of x comma y plus delta y minus u of x comma y by എന്തുവായിരുന്നു താഴെ ഉണ്ടായിരുന്നത്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അതിൽ ഡെൽറ്റ എക്സ് 0 ആയതുകൊണ്ട് ബാക്കിയുള്ളത് ഐ ഡെൽറ്റ വൈ. ഓക്കെ, അടുത്ത ടേം എങ്ങനെയാണ് വരേണ്ടത്? പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 വി ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈയിൽ ഡെൽറ്റ എക്സ് 0 ആയത് കാരണം ബാക്കിയുള്ളത് ഐ ഡെൽറ്റ വൈ. ഇപ്പം നോക്കിക്കേ, ഈ ഐയും അങ്ങ് ക്യാൻസലായിപ്പോയി. ബാക്കി നേരത്തെ പറഞ്ഞ പോലെ യുവിനെ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തേക്കാണ്. എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. ഇവിടെ ഒരു 1/i ഉള്ളതുണ്ടോ? അപ്പോൾ 1/i ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ. അടുത്തെന്താ ഇവിടെ വന്നിരിക്കുന്നത്? പ്ലസ് ഡോ വി ബൈ ഡോ വൈ. അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഐ ക്യാൻസലായി പോയതാണേ. ഇനി 1/iന് നമുക്ക് എങ്ങനെ എഴുതാം? 1/i ഇസ് ഈക്വൽ ടു മൈനസ് ഐ ആണ്. എൻ്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/i എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. സോ ഇതിന് ഞാൻ വേണേൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു യു വൈ പ്ലസ് വി വൈ എന്ന് എഴുതുക. ഇയാളെ ഞാൻ ബ്രാക്കറ്റിനകത്ത് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു യു വൈ പ്ലസ് വി വൈ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 1 നമ്മൾ അപ്പുറത്തെ സൈഡ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? മൈനസ് ഐ യു വൈ പ്ലസ് വി ഐ എന്നും കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇക്വേറ്റിംഗ് ഇക്വേഷൻ 1 ആൻഡ് 2, രണ്ട് ഇക്വേഷൻ എഫ് ഡാഷ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് വരിക? ഇക്വേഷൻ 1 എന്ന് പറയുന്നത് യു എക്സ് പ്ലസ് ഐ വി എക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 2 എന്ന് പറയുന്നത് മൈനസ് ഐ യു വൈ പ്ലസ് വി വൈ. ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ റിയൽ പാർട്ട് ഇക്വേറ്റിംഗ് റിയൽ പാർട്ട് കോയിഫിഷ്യൻ ഓഫ് റിയൽ പാർട്ട് ആണെങ്കിൽ ഇവിടെ യു എക്സും അപ്പോഴത്തെ റിയൽ പാർട്ട് എന്തുവാണ്? വി വൈ യു ആണ്. ഐ ഇല്ലാത്ത പാർട്ട് വി വൈ ആണ്. അതേപോലെ ഇവിടെ ഐ ഉള്ള പാർട്ട് എന്താണ്? വി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു വൈ. നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻ ആയില്ലേ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ ഇങ്ങനെ എഴുതിക്കൂടെ? ദെയർഫോർ ഹെൻസ് പ്രൂവ്ഡ്. അല്ലെങ്കിൽ കോഷി റീമാൻ ഇക്വേഷൻ എന്തുവാ? നമ്മൾ ആ കോഷി റീമാൻ ഇക്വേഷൻ്റെ കണ്ടീഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞു. ദെയർഫോർ ദ തിയറം, ആ തിയറം ആയി, അല്ലെങ്കിൽ ഹെൻസ് ദ പ്രൂഫ് എന്ന് പറഞ്ഞ് എഴുതി നിർത്താം. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഈ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കോഷി റീമാൻ ഇക്വേഷൻ തന്നെ ചോദിക്കണമെന്നില്ല, പക്ഷേ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരു 6 മാർക്ക് അല്ലെങ്കിൽ 7 മാർക്ക് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഓർമ്മിക്കാനായിട്ടൊരു ഫോർമുല പഠിച്ചു വെക്കണേ. നമുക്ക് പ്രോബ്ലത്തിനകത്ത് ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് എന്ന് പറയുന്നതിനൊപ്പം ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് ചോദിക്കാറുണ്ട്. ഷോ ദാറ്റ് f of z is analytic and also find its derivative എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാതെ കണ്ടുപിടിക്കാനായിട്ട്, അതായത് അനലിറ്റിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ കോഷി റീമാൻ ഇക്വേഷൻ എന്തായാലും ഫൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ എൻ്റെ 2 ഫോർമുല ഉണ്ട്. അതിൽ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്. നമ്മളെപ്പോഴും ഈ ഫോർമുലയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നമുക്കിത് രണ്ടിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇതാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത്, കാരണം എനിക്കിത് ഓർമ്മിക്കാൻ എളുപ്പം. നമ്മുടെ അനലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്തുവാണ്? യു പ്ലസ് ഐ വി നമ്മൾ എപ്പോഴും പറയും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് യു എക്സ് പ്ലസ് ഐ വി എക്സ് ഓർമ്മിക്കാൻ എളുപ്പമല്ലേ? ആദ്യത്തത് യു, രണ്ടാമത്തത് വി, യു എക്സിനാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓർക്കാൻ എളുപ്പമാണ്. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളെ ഇതാണ് ശീലിപ്പിക്കാറ്. ഈ ഫോർമുല വേണമെങ്കിലും നമുക്ക് എടുക്കാം. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു വി വൈ മൈനസ് ഐ യു വൈ. ഏത് ഫോർമുല വേണമെങ്കിലും എടുക്കാം. ഡെറിവേറ്റീവ് ഫൈൻഡിന് 2 ഫോർമുല ഉണ്ട്. നമ്മൾ അതിനകത്ത് ഏതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ഈ സ്ക്വയർ ബോക്സിനകത്ത് ഞാൻ ഇട്ടേക്കുന്ന ഫോർമുലയാണ് ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ഡെറിവേഷൻ മനസ്സിലായി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം സ്ട്രെസ് ചെയ്തോളൂ. യൂണിവേഴ്സിറ്റി എക്സിനും കോഷി റീമാൻ ഇക്വേഷൻ്റെ പ്രൂഫ് ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ 2019-2018 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ അതിനകത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നെസസറി കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് അനലിറ്റിക്. അതാണ് നമ്മുടെ കോഷി റീമാൻ ഇക്വേഷൻ. നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു അപ്പുറത്ത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നെസസറി കണ്ടീഷൻ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വേണമെങ്കിൽ ചോദിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് ബി ഡിഫൈൻഡ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ സം നൈബർഹുഡ് ഓഫ് എ പോയിന്റ് ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് ഇസഡ് ഇറ്റ് സെൽഫ്.
കോഷി-റീമാൻ ഇക്വേഷൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു പ്ലസ് ഐ ബി എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ അറ്റ് ഇസഡ് എന്നതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇറ്റ് സാറ്റിസ്ഫൈസ് കോഷി-റീമാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി തന്നിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ആയി പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രൂവ് ദാറ്റ് ദ ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു ആൻഡ് വി, അതായത് ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ എക്സിസ്റ്റ് ആൻഡ് സാറ്റിസ്ഫൈസ് കോഷി-റീമാൻ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ സി ആർ ഇക്വേഷൻ ആണ് ഈ രണ്ട് പ്രാവശ്യം 2018-ലും 19-ലും ചോദിച്ചിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ട. ഇത് അല്ലാതെ 2017 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2016-ൽ വന്ന സമയത്തും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പം ഞാനിവിടെ ഐഡിയാത്തി എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് നെസസറി കണ്ടീഷൻ ഫോർ അനലിറ്റിസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഏതാണ്ട് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് എഴുതായിരുന്നത്. അപ്പം 3 പ്രാവശ്യം എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു കോംപ്ലക്സ് ഫംഗ്ഷന് നമുക്കിതുപോലെ 1-2 പ്രോപ്പർട്ടി കൂടെ വരും. അപ്പോൾ അതും നമുക്കിതുപോലെ പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് എഴുതേണ്ട ക്വസ്റ്റ്യൻ, കാരണം നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ വേവ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവിടെ ഇതേപോലെ തിയറി ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് എഴുതണം, നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ആണെങ്കിലാണ് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ തെറ്റാൻ ചാൻസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നല്ലോണം നോക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. വെരിഫൈ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. വെരിഫൈ ദ ഫോളോയിങ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ CR equation. CR equation എന്ന് പറഞ്ഞാൽ എന്താണ്? കോഷി-റീമാൻ ഇക്വേഷൻ. ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഡെറിവേറ്റീവ് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് ഡിഫറൻഷ്യബിൾ എന്നാണ് കോഷി-റീമാൻ അനലിറ്റിക് എന്ന് പറയുന്നതിൻ്റെ മീനിങ്. ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഡെറിവേറ്റീവ് കൂടെ ഫൈൻഡ് ചെയ്തേക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇതിനെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്താലല്ലേ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ഉണ്ടോ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എഴുതി. ഇസഡിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുവാണ്? എക്സ് പ്ലസ് ഐ വൈ കൊടുക്കുക. എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2ix(y) മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? മൈനസ് വൈ സ്ക്വയർ. സോ അതാണ് മൈനസ് വൈ സ്ക്വയർ. അതെങ്ങനെയാണ് മൈനസ് ആയത്? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്, അതുകൊണ്ടാണ് മൈനസ് വൈ സ്ക്വയർ ആയത്. സോ ഇതിനെ നമുക്ക് റിയൽ പാർട്ടുകൾ ഒന്നിച്ച് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നും പ്ലസ് ഐ ഇൻറ്റു 2xy എന്ന് എഴുതാം. ഇമാജിനറി പാർട്ട് ഒന്നിച്ച് എഴുതാം. ഇനി എന്താ ചെയ്യേണ്ടത്? റിയൽ പാർട്ട് എടുത്ത് എഴുതണം. യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആൻഡ് ഇമാജിനറി പാർട്ട് വി ഈസ് ഈക്വൽ ടു 2xy എന്ന് എഴുതണം. ഓക്കെ, നമുക്കൊരു മാർക്ക് കിട്ടി. റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് മാർക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യുന്നതിനാണ് നമുക്ക് അടുത്ത മാർക്ക് കിട്ടാൻ പോകുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാം. ആദ്യം നമുക്ക് യു എക്സ് ഫൈൻഡ് ചെയ്യാം. യു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? ഡോ യു ബൈ ഡോ എക്സ് ആണ് അല്ലേ? ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, ദറ്റ് ഈസ് 2x. അടുത്ത യു വൈ എന്ന് പറഞ്ഞാൽ എന്താ? ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാണ്? മൈനസ് 2y. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, പാർഷ്യാലിറ്റി കാണിക്കാൻ മറന്നു പോകരുത്. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ മാത്രം മൈൻഡ് ചെയ്യുക. വൈ കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ടാണ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 0. അടുത്ത വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയത് കാരണമാണ് എക്സിനെ നമ്മളിവിടെ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് അവിടെ 0. എക്സിൻ്റെ സ്ഥാനം ഒന്നും എഴുതാത്തത്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് -2y. പാർഷ്യൽ ഡെറിവേറ്റീവ് മറക്കത്തില്ല, കാരണം നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്റർ പഠിച്ചതേ ഉള്ളൂ. അടുത്ത ഡോ വി ബൈ ഡോ എക്സ്, അതായത് വി എക്സ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു 1ൻ്റെ കൂടെ ഉള്ള ആളാണ് 2y. അപ്പോൾ അതിനവിടെ എഴുതി. അടുത്ത വി വൈ ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം വൈൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, കൂടെ ഉള്ള ആളിന് 2x എന്ന് എഴുതി. ഇപ്പോൾ നോക്കിക്കേ, യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ എന്ന് കിട്ടി അല്ലേ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ ആണ്. ആൻഡ് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് കിട്ടി. യു വൈ എന്ന് പറഞ്ഞാൽ -2y ആണ്. ബട്ട് നമ്മുടെ വി എക്സിനകത്ത് ആ മൈനസ് സൈൻ ഇല്ല. അപ്പം വി എക്സിന് ഒരു നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പോഴാണ് യു വൈക്ക് ഈക്വൽ ആവണേ. അപ്പോൾ ഇതെന്താ ഈ കണ്ടീഷൻ നമുക്കിപ്പോൾ കിട്ടിയത്? therefore കോഷി-റീമാൻ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ് അല്ലേ? therefore CR ഇക്വേഷൻ എഴുതിയാൽ പോരെ? therefore CR ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ എന്താ എൻ്റെ അർത്ഥം? therefore f of z ഈസ് അനലിറ്റിക്. therefore f of z ഈസ് അനലിറ്റിക്. ചില ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ ഇങ്ങനെ കോഷി-റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് എന്തുവാണ് നമ്മൾ ഇവർ യുവും വിയും ഒക്കെ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണെന്നൊക്കെ പറയും. അപ്പോൾ അത് അത്യാവശ്യം ഇല്ല, അതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് ഞാൻ പറയാത്തത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഇതെല്ലാം പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷനിൽ എപ്പോഴും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അങ്ങനെ എഴുതിയാലും മതി. സിൻസ് യു പോളിനോമിയൽ ഫംഗ്ഷൻ ആയത് കാരണം ഇറ്റ്സ് കണ്ടിന്യൂസ് എന്നുള്ള രീതിയിൽ എഴുതിയാലും മതി. നിങ്ങൾ അങ്ങനെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നമുക്കിപ്പോൾ ആവശ്യത്തിന് ഇത് മാത്രം മതി. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ എഫ് ഓഫ് ഇസഡ് അനലിറ്റിക് എന്ന് കിട്ടി. ഇനി എന്തുകൂടെ ഉണ്ട്?
ഉണ്ട് കണ്ടുപിടിക്കാനായിട്ട്? കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചോദിച്ചു. സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ പ്രോബ്ലം തീർന്നു. ഞാൻ ഇതും കൂടെ പറഞ്ഞു, ഫോർ എഫ് ഓഫ് ഇസഡ് ഈസ് അനലിറ്റിക് എന്നും കൂടെ പറഞ്ഞു നിർത്തി. പിന്നെ പ്രത്യേകം പോയിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, കാരണം അനലിറ്റിക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? ഒരു പോയിന്റിൽ മാത്രമല്ല ചുറ്റുമുള്ള പോയിന്റിലെല്ലാം അതെന്തായിരിക്കും, പിന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് അനലിറ്റിക് എന്ന് പറഞ്ഞ് നിർത്തിയത്. ഇനി ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. നിങ്ങൾ അല്ലാതെ ഒന്ന് ആലോചിക്കുക, ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണെങ്കിൽ ഇസഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2z അല്ലേ? അപ്പം ശരിക്കും എനിക്കിവിടെ കിട്ടേണ്ട ആൻസർ 2z ആണ്. പക്ഷെ അത് നമുക്ക് ഫോമുല വെച്ചിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഞാൻ ഫോമുല എന്താ ഇപ്പോൾ പറഞ്ഞു തന്നെ, ux പ്ലസ് ഐ വി എക്സ്. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്, u പ്ലസ് ഐ വി എന്നുള്ള രീതിയിൽ ഓർമ്മിക്കാം. ux എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കിട്ടിയ കുട്ടികളെ? 2x ഇവിടെ എടുത്ത് എഴുതി, പ്ലസ് ഐ ഇൻറ്റു വി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2y എഴുതി. രണ്ടിടത്തുനിന്നും 2 അങ്ങ് കോമൺ ആയിട്ട് എടുത്ത ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈ എന്താ? ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ്. സോ ഇസഡിനെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 2z. അപ്പോൾ കറക്റ്റ് ആയില്ലേ? ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ എന്തുവാണ്? 2z. അപ്പോൾ നമുക്കിങ്ങനെ ഈ പ്രോബ്ലം ഡെറിവേറ്റീവ് കൂടെ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞ എക്സാമിന് ചോദിച്ചാലും നമുക്കറിയാം എന്തുവാണ് ഈ റേസ് ടു ഇസഡ് ആണെങ്കിൽ ഈ റേസ് ടു ഇസഡ് ആണ്, ലോഗ് ഇസഡ് ആണെങ്കിൽ 1/z. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഇവിടെ എഴുതുമ്പം നിങ്ങളുടെ മനസ്സിൽ അതും കൂടെ ആലോചിച്ചോളണം. നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണെന്ന് അറിയാം, പക്ഷെ ഫോമുല യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിക്കോളെ. ഷോ ദാറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ഈസ് അനലിറ്റിക് ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യനും കൂടിയാണ് ഇത്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ഈസ് അനലിറ്റിക് എവരിവെയർ ആൻഡ് ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. ഇ റേസ് ടു ഇസഡിന്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നെയാണ്. എങ്ങനെയാണ്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് എടുത്ത് എഴുതുക. ഇസഡിന്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരണേ? എക്സ് റേസ് ടു എം പ്ലസ് എൻ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമുല യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈന് നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ എന്ന് എഴുതാം. അടുത്ത് എന്താ ചെയ്യുക? ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. അപ്പോൾ ആ ഫോമുല യൂസ് ചെയ്തിട്ട് ഇ റേസ് ടു ഐ വൈന് നമ്മൾ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് എഴുതും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ എന്നായി. ഇപ്പോൾ റിയൽ പാർട്ട് ഐ, ഇമാജിനറി പാർട്ട് ഐ. Therefore റിയൽ പാർട്ട് യു ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ ആൻഡ് ഇമാജിനറി പാർട്ട് വി ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. ഓക്കെ, അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ യു എക്സ് കണ്ടുപിടിക്കാം. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വൈ അവിടെ കോൺസ്റ്റന്റ് ആണ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെ, കോസ് വൈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് കൂടെ എഴുതി. യു വൈ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഇ റേസ് ടു എക്സ്, എക്സ് അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. കോസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ വൈ. ഓക്കെ, അടുത്ത ബി എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എക്സ് തന്നെയാണ്, സൈൻ വൈ അവിടെ കോൺസ്റ്റന്റ്. അടുത്ത വി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ വി ബൈ ഡോ വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഇ റേസ് ടു എക്സ് കോൺസ്റ്റന്റ് ആണ്. സൈൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് വൈ ആണ്. ഇപ്പം നോക്കിയ കുഞ്ഞുങ്ങളെ, യു എക്സും വി വൈയും സെയിം ആൻസർ അല്ലേ? യു എക്സ് ഇസ് ഈക്വൽ ടു വി വൈ എന്ന് കിട്ടി. ആൻഡ് യു വൈ വി വൈ സെയിം ആൻസർ ആണ്, ഒരു നെഗറ്റീവ് സൈൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതായത് യു വൈ ഇസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇപ്പം എന്ത് ചെയ്തു? കോഷി റീമാൻ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. Therefore സി ആർ ഇക്വേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് എന്തുവാണ്? എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ഈസ് അനലിറ്റിക്. ഏത് പോയിന്റ് കൊടുത്താലും ഈ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് അനലിറ്റിക് ആണ് കേട്ടോ. അപ്പോൾ ഏത് പോയിന്റ് കൊടുത്താലും, അതായത് ഇ റേസ് ടു 0 വന്നാലും എന്ത് പോയിന്റ് വന്നാലും ഇത് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ് എന്നാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യണ്ടേ? നിങ്ങൾ എന്നെ പറഞ്ഞു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു ഇസഡ് എന്താണെന്ന് നമുക്കറിയാം, ഇ റേസ് ടു ഇസഡ് ആണെന്നറിയാം. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണ്ടേ? പ്രൂവ് ചെയ്യാം. അപ്പോൾ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്യാൻ പോവാണേ. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ട ഫോമുല എന്തുവാണ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന എഫ് ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്നുള്ള ഫോമുല നമ്മൾ യൂസ് ചെയ്തു. അപ്പോൾ യു എക്സിൻ്റെ സ്ഥാനത്ത് എന്താ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു വി എക്സിൻ്റെ സ്ഥാനത്ത് ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. നമ്മളിവിടെ എഴുതിയ ഈ സ്റ്റെപ്പ് അല്ലേ, ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു സൈൻ വൈ. തിരിച്ച് ഇ റേസ് ടു ഇസഡ് എത്തണം. തിരിച്ച് അങ്ങോട്ട് ഈ സ്റ്റെപ്സ് എഴുതിയാൽ മതി. ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബ്രാക്കറ്റിനകത്ത് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ.
കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്തുവാണ് ഇ റേസ് ടു ഐ തീറ്റ, അതായത് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് ഇ റേസ് ടു ഐ വൈ, ഇത് ഈ സ്റ്റെപ്പ്. അപ്പോൾ തൊട്ടടുത്ത സ്റ്റെപ്പ് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു ഈക്വൽ ടു എക്സ് റേസ് ടു എം പ്ലസ് എന്ന് യൂസ് ചെയ്തിട്ട് ഇ റേസ് ടു എക്സ് പ്ലസ് ഐ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസെഡ്. നമുക്കിത് എഴുതുമ്പോൾ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുന്നതിന് മുമ്പേ അറിയാം ഇ റേസ് ടു ഇസെഡിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ഇസെഡ് ആണ്. ഇതേപോലെ എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഇസെഡ് പോലെ തന്നെ എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു 2z. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇ റേസ് ടു 2z ബാർ ചോദിച്ചിട്ടുണ്ട്. എഫ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസെഡ് ബാർ ചോദിച്ചിട്ടുണ്ട്. ഇ റേസ് ടു ഇസെഡ് ബാർ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് സൈൻ വൈ, ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് കാരണം ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും നിങ്ങളുടെ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള മിക്ക ക്വസ്റ്റ്യനും ഒരു പ്രാവശ്യമെങ്കിലും എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനലിറ്റിക് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് തീർന്നിട്ടില്ല. ഇനിയും നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ലോഗ് സെറ്റ്, സൈൻ സെറ്റ്, കോസ് സെറ്റ്, സൈൻ എച്ച് സെറ്റ്, ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ ഈ 2 പ്രോബ്ലം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തോളൂ. ഇ റേസ് ടു 2z ബാർ എന്ന് പറയുമ്പോൾ എന്തുവാ ഇ റേസ് ടു 2 ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ എന്ന് വരും. ദാറ്റ് ഈസ് ഇ റേസ് ടു 2x ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2iy എന്നാണ് വരുന്നത്. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു 2x ഇൻറ്റു cos 2y minus I sin 2y, that is e raised to 2x into cos 2y plus I into minus I into e raised to 2x into sin y. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ആൻസർ കൂടെ ചെയ്തു തരാം. കാരണം അടുത്ത ദിവസം നമ്മൾ അനലിറ്റിക് ഫംഗ്ഷൻ ആണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ള ബാക്കി പ്രോബ്ലമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇ റേസ് ടു ഇസെഡ് ബാറും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഇ റേസ് ടു 2z ബാർ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്ത് നോക്കുക. ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആ വീഡിയോയിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ ഈ 2 പ്രോബ്ലം കൂടെ അതിൽ ചെയ്തു തരാം. ഓക്കെ.